ദൈവവചനത്തെക്കുറിച്ച് ഓരോ ദിവസവും കേൾക്കുന്നത് എത്ര വലിയ ഭാഗ്യമാണ്. ദൈവം നമുക്ക് ബൈബിൾ എന്ന ഒരൊറ്റ പുസ്തകം ഭൂമിയിൽ ജീവിക്കാൻ മനുഷ്യർക്ക് തന്നു. മനുഷ്യൻ്റെ ഉത്ഭവം എന്താണ്, മനുഷ്യൻ്റെ അന്ത്യം എന്താണ്, ഭൂമിയിലെ ജീവിതം എങ്ങനെയായിരിക്കും, എങ്ങനെ വിജയകരമായ ജീവിതം നയിക്കാം, എങ്ങനെ നിത്യജീവൻ പ്രാപിക്കാം എന്ന് പറയുന്ന വേറെ ഒരു പുസ്തകവും ഈ ഭൂമിയിലില്ല. ഈ ഭൂമിയിൽ മാത്രം ഒതുങ്ങുന്നതുമല്ല ഈ പുസ്തകം, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നതും ഈ പുസ്തകമാണ്. അപ്പോൾ ബൈബിൾ കൂടാതെ നമുക്കൊരു ജീവിതമില്ല. നമ്മുടെ ജീവിതത്തെ ബൈബിളിലൂടെ എത്രത്തോളം അനുഗ്രഹമാകും എന്ന് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പോലും കഴിയില്ല. ഓരോ ദൈവദാസന്മാർ ഈ ബൈബിൾ വായിച്ച് രാജ്യങ്ങളെയും ഭൂഖണ്ഡങ്ങളെയും മറിച്ചു. ഈ ബൈബിളാണ് അവരെ മാറ്റിമറിച്ചത്. ഈ സത്യം അറിഞ്ഞതുകൊണ്ട് ഇവർ മുഖാന്തരം ഇവർ മാത്രമല്ല, ഇവരുടെ രാജ്യങ്ങൾക്ക് മാറ്റങ്ങളുണ്ടായി. ഞാൻ ഒരിക്കൽ പറഞ്ഞു, ബിലിഗ്രാം എന്ന ദൈവദാസൻ 14 കോടി ജനങ്ങളെ രക്ഷയിലേക്ക് നയിച്ചു. റീനാഡ് ബോംഗെ 10 കോടി ജനത്തെ വിശ്വാസത്തിലേക്ക് നയിച്ചു. കണക്കതൊന്നും അല്ല, കാരണം മീഡിയ വന്നതുകൊണ്ട് അതിനേക്കാൾ പല മടങ്ങാണ്. എങ്കിലും ഒരു കണക്ക് 10 കോടി 14 കോടി. അപ്പോൾ ഏറ്റവും കൂടുതൽ ആത്മാക്കളെ നേടിയ ബില്ലിഗ്രാമിനോട് ചോദിച്ചു, തനിക്ക് ഒരു 90 വയസ്സ് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഒരു 100 വർഷം കൂടി ദൈവം ആയുസ് തന്നാൽ എന്ത് ചെയ്യും? അദ്ദേഹം പറഞ്ഞു, ബൈബിൾ വായിക്കും. ഒരു 200 പ്രാവശ്യമെങ്കിലും ബൈബിൾ വായിച്ചിട്ട് ബൈബിളിലുള്ള ജീവൻ എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കും. ബൈബിളിനകത്തെ ജീവൻ. അപ്പോൾ ബൈബിൾ വായിക്കുമ്പോൾ നമ്മുടെ തലച്ചോറല്ല നിറയുന്നത്, നമ്മുടെ ആത്മാവിൽ ഈ ജീവൻ കയറുകയാണ്. യോഹന്നാന്റെ സുവിശേഷം ഒരു 100 പ്രാവശ്യം വായിച്ചാൽ അത്രത്തോളം നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. 1000 പ്രാവശ്യം വായിച്ചാൽ അത്രത്തോളം നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. ഒരിക്കലും പ്രസംഗിക്കാൻ വേണ്ടി ബൈബിൾ വായിക്കരുത്. നമ്മുടെ ജീവൻ സമൃദ്ധിയായി തീരാൻ ബൈബിൾ വായിക്കണം. പ്രസംഗിക്കാൻ വേണ്ടി ബൈബിൾ വായിച്ചാൽ അത് നമ്മുടെ തലച്ചോറിലാണ് കയറുന്നത്. എന്നാൽ നമ്മൾ ദിവസവും ജീവിക്കാൻ വേണ്ടി, മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. വചനം ജീവിക്കാൻ വേണ്ടി എടുക്കണം. യേശുവോ അപ്പോസ്തലന്മാരോ അവരൊന്നും പ്രസംഗം തയ്യാറാക്കിയിരുന്നില്ല. തയ്യാറാക്കുക എന്ന് പറഞ്ഞൊരു ബുദ്ധിയാണ്. വിശ്വസിക്കുന്ന അവരുടെ ഉള്ളിൽ നിന്ന് ഇതിങ്ങനെ ഒഴുകി വന്ന ജീവജല നദിയാണ് അവർ പ്രസംഗിച്ച വചനങ്ങൾ. അവിടെ ജനങ്ങൾക്ക് രൂപാന്തരം ഉണ്ടായി. അതുകൊണ്ട് ഉള്ളിൽ നിന്ന് പറയുക, ആലോചിച്ച് പറയേണ്ട. അന്യഭാഷ പോലും ആലോചിച്ച് പറയുന്നതല്ല. ഇന്ന് പലർക്കും ദൈവവചനം പറയാൻ പറ്റാത്തത് അവർ തലച്ചോറ് കൊണ്ട്, ബുദ്ധി കൊണ്ട് പറയാൻ നോക്കുന്നു. അവിടെ പരാജയപ്പെടും. ദൈവവചനം ബുദ്ധി കൊണ്ട് പറയരുത്, ദൈവവചനം ഉള്ളിൽ നിന്ന് പറയണം. അവിടെ കേൾക്കുന്നവർക്ക് ധാരാളം കൃപ ലഭിക്കും. അത് ആത്മാവിൽ നിന്ന് വരുന്നതാണ്. അപ്പം നമ്മുടെ നാവിനെ വേണമെങ്കിൽ തലച്ചോറുമായിട്ടും കണക്ട് ചെയ്യാം. നമ്മുടെ നാവിനെ വേണമെങ്കിൽ ആത്മാവിലോട്ടും കണക്ട് ചെയ്യാം. ആത്മാവിൽ നിന്ന് വരുന്നതും തലച്ചോറിൽ നിന്ന് വരുന്നത് രണ്ടും നാവാണ് കണക്റ്റ് ആകുന്നത്. ആത്മാവിൽ നിന്നാണെന്ന് എങ്ങനെ അറിയാം? കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കും, കേൾക്കുന്നവർക്ക് സമാധാനം ഉണ്ടാവും, കേൾക്കുന്നവർക്ക് സ്വസ്ഥതയുണ്ടാവും, കേൾക്കുന്നവർക്ക് വിടുതലുണ്ടാകും, കേൾക്കുന്നവരുടെ ചോദ്യത്തിന് ഉത്തരമാവും. തലച്ചോറിൽ നിന്നാണെന്നെങ്കിൽ എങ്ങനെ അറിയാം? കേൾക്കുന്നവർക്ക് ബോറടിക്കും, കേൾക്കുന്നവർക്ക് ഉറക്കം വരും, കേൾക്കുന്നവർക്ക് ആത്മീകമായി യാതൊരു വർധനവും ഉണ്ടാകും. ചിലപ്പോൾ കേൾക്കുന്നവർ ചിരിക്കും, എന്നാൽ കേൾക്കുന്നവരെ സന്തോഷിപ്പിക്കാൻ കഴിയില്ല. ചിരി സന്തോഷവും രണ്ടാണ്. കേൾക്കുന്നവരെ സന്തോഷിപ്പിക്കണമെങ്കിൽ ഇതൊരു മഹാസന്തോഷത്തിൻ്റെ നദിയാണ്, തുറന്നു വിടണം. കേൾക്കുന്നവരെ ചിരിപ്പിക്കാൻ കോമഡി പറഞ്ഞാലും മതി, ഉള്ളിൽ നിന്ന് വരണം. ഇതിൻ്റെ അർത്ഥം ദൈവവചനം കർത്താവിൽ നിന്ന് പ്രാപിച്ചത്
നമ്മൾ തുറക്കണം. അത് മറ്റുള്ളവരിലേക്ക് പകരപ്പെടാനിടയാകും. അതിനുള്ള യേശുവിൻ്റെ കൃപ ഇത് കേട്ട എല്ലാവരുടെ മേലും വരട്ടെ. ജീസസ് എവരിഡേ എന്ന ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഈ ഗിഫ്റ്റ് ഉണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. Purify my heart, let me be as gold and precious silver. Purify my heart, let me be as gold, pure gold, refiner's fire. My heart's one desire, it is to be holy, set apart for you, Lord. I choose to be holy, set apart for you, my Master, ready to do your will. Purify my heart, cleanse me from within. Lord, make me holy. Purify my heart, cleanse me from my sin. Till within, refiner's fire. My heart's one desire, it is to be holy, set apart for you, Lord. I choose to be holy, set apart for you, my Master, ready to do your will. It is to be holy, set apart for you, Lord. I choose to be holy, set apart for you, my Master, ready to do your will. Ready to do your will. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെയാണ്. അതിൽ നിന്ന് ചില കാര്യങ്ങൾ കൂടി ചിന്തിക്കാനുണ്ട്. അതിൽ ശമരിയയിൽ നിന്ന് യേശു ഗലീലയ്ക്ക് വരികയാണ്. ഗലീല യേശുവിൻ്റെ സ്ഥലമാണ്. 41-ാം വാക്യം. 2 ദിവസം കഴിഞ്ഞിട്ട് യേശു അവിടം വിട്ട് ഗലീലയ്ക്ക് പോയി. അടുത്ത വാക്യം. പ്രവാചകന് തൻ്റെ പിതൃദേശത്ത് ബഹുമാനമില്ല എന്ന് യേശു തന്നെ സാക്ഷ്യം പറഞ്ഞിരുന്നു. ഒരു പ്രവാചകന് സ്വന്തം ദേശത്ത് ബഹുമാനം ഒരുപക്ഷെ ലഭിച്ചില്ലെന്ന് വരും. ഈ ഒരു സത്യം യേശു നമ്മെ പഠിപ്പിക്കുകയാണ്. അതായത് നിങ്ങളായിരിക്കുന്ന ദേശത്ത് നിങ്ങളുടെ ശുശ്രൂഷയെയോ നിങ്ങളെയോ ആരും ബഹുമാനിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് ബഹുമാനമില്ലെന്നല്ല,
നിങ്ങൾക്ക് ബഹുമാനമുണ്ട്, ചിലപ്പോൾ വേറൊരു സ്ഥലത്തായിരിക്കും. ബഹുമാനം എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ അവകാശമാണ്. ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് എന്ത്? ബഹുമാനം. എല്ലാവർക്കും ആഗ്രഹമുണ്ട്. മനുഷ്യൻ ഈ പണം ഉണ്ടാക്കാൻ നോക്കുന്ന എന്തിനാണ്? നല്ല വീട് വെക്കുന്ന എന്തിനാ? നല്ല വണ്ടി വാങ്ങുന്ന. എല്ലാവർക്കും ഒരു സമൂഹത്തിൽ എല്ലാവരുടെയും നടുവിലൊക്കെ ഒരു മാന്യത കിട്ടാൻ വേണ്ടി ആണിത്. അപ്പോൾ മാന്യതയെ പറയുന്ന മറ്റൊരു പേരാണ് ബഹുമാനം. മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു മാന്യമായ ജീവിതം വേണം, മറ്റുള്ളവർ ബഹുമാനിക്കുന്ന ഒരു ജീവിതം. ഈ കഷ്ടപ്പെട്ട് പഠിക്കുന്ന എന്തിനാ? എല്ലാവരുടെ മുമ്പിൽ ഒരു ബഹുമാനമുണ്ട്. നന്നായിട്ട് പഠിച്ച് ഉയർന്ന ഒരു മനുഷ്യൻ, ഒരാൾ പഠിച്ച് ഉയർന്നു കളക്ടറായി, എന്തൊരു ബഹുമാനമാണ്. രാഷ്ട്രീയക്കാരും ഈ കടന്ന് കഷ്ടപ്പെടുന്നത് എന്തിനാണ്? ഒരു നല്ല തെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ച് പുറത്തു വരുമ്പോൾ വലിയ ബഹുമാനമാണ്. സമൂഹത്തിലൊക്കെ ചെല്ലുമ്പോൾ പൂമാലകളും മാന്യതകളും, എല്ലാറ്റിൻ്റെ പുറയിലൊരു ബഹുമാനമുണ്ട്. ഒരു സിനിമയിലേക്ക് കയറുന്നത് പോലും എല്ലാവരുടെയും മുമ്പിൽ ഒരു കയ്യടിയൊക്കെ വാങ്ങാൻ, സ്പോർട്സിലാണെങ്കിൽ പോലും ഒരു ബഹുമാനം. PT ഉഷ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. PT ഉഷയ്ക്ക് 60 വയസ്സായത് എല്ലാവരും അറിഞ്ഞു. നമുക്ക് 60 വയസ്സായത് ആരെങ്കിലും അറിഞ്ഞോ? ഓരോരുത്തരുടെ വയസ്സാരെങ്കിലും അറിയുന്നുണ്ടോ? ഒരു കാലത്ത് കണ്ണുനീരോടെ ഹാർഡ് വർക്ക് ചെയ്ത് ഓടിയവരും അധ്വാനിച്ചവരൊക്കെ ഇന്ന് ബഹുമാനം വാങ്ങുന്നുണ്ട്, അല്ലേ? സമൂഹത്തിൽ വലിയ ബഹുമാനങ്ങൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഒരു വ്യക്തി, അവിടെ യേശു പറയുന്നത്, പ്രവാചകന് തൻ്റെ പിതൃദേശത്ത് ബഹുമാനം ഇല്ല എന്ന് യേശു തന്നെ സാക്ഷ്യം പറഞ്ഞിരുന്നു. അതിൻ്റെ അർത്ഥം, നിങ്ങൾ പാർക്കുന്ന ദേശത്ത് നിങ്ങളെ ആരും ബഹുമാനിച്ചില്ല എന്ന് കരുതി നിങ്ങളിൽ ബഹുമാനത്തിൻ്റെ യാതൊന്നും ഇല്ലെന്നല്ല. നിങ്ങളെ ബഹുമാനിക്കാൻ ദൈവം വെച്ചിരിക്കുന്ന ചില സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യണം. അവിടെയെല്ലാം നിങ്ങൾക്ക് വേണ്ടി ദൈവം ബഹുമാനം വെച്ചിട്ടുണ്ട്. യേശു സ്വന്തം ദേശത്ത് വന്നപ്പോൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ കാണാം, അവിടെ യേശുവിന് വളരെ വീര്യപ്രവർത്തികൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം അവരിങ്ങനെയാണ് പറഞ്ഞത്, ഇവൻ യോസഫിൻ്റെ മോനല്ലേ, ഇവൻ്റെ അമ്മ മറിയല്ലേ, ഇവൻ്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, യൂദ, ശീമോനല്ലേ, ഇവൻ്റെ സഹോദരിമാരും നമ്മുടെ കൂടെയില്ല എന്ന് പറഞ്ഞ് ഇവങ്കൽ ഇടറിപ്പോയി. യേശുവിനെ ഒരു മനുഷ്യനായി കണ്ടു, ഒരു പ്രവാചകനായി അംഗീകരിച്ചില്ല. മനുഷ്യനായി കണ്ടു, പ്രവാചകനായി അംഗീകരിച്ചില്ല. എന്തായി അംഗീകരിച്ചാലേ അവർ രക്ഷിക്കപ്പെടൂ? യേശുവിനെ ദൈവപുത്രനായി, കർത്താവായി അംഗീകരിക്കാത്ത ആർക്കും രക്ഷിക്കപ്പെടാൻ കഴിയില്ല. യേശു സ്വന്തത്തിലേക്ക് വന്നിരിക്കുകയാണ്, എന്നാൽ സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. യേശുവിനെ യേശുവായിട്ട് ദൈവമെന്നോർത്ത് മഹത്വീകരിക്കാതെ ഈ ജനങ്ങൾക്ക് വിടുതലില്ല. യേശു പഠിപ്പിക്കുകയാണ്, ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ബഹുമാനമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ബഹുമാനമില്ലെന്നല്ല, നിങ്ങൾക്ക് കിട്ടേണ്ട ബഹുമാനം പലയിടങ്ങളിലുമുണ്ട്. യേശു വരുന്ന എവിടെ നിന്നാണ്? യേശു വരുന്നത് ശമരിയയിൽ നിന്നാണ്. ശമരിയയിൽ ഒരു ശമരിയക്കാരി നിമിത്തം യേശുവിന് വളരെയധികം ബഹുമാനം ലഭിച്ചു. അതുകൊണ്ട് യേശു പറഞ്ഞൊരു വാക്കുണ്ട്, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. അതിൻ്റെ അർത്ഥം എന്നെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിക്ക് ബഹുമാനം കിട്ടും. യേശുവിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാൻ കഴിയുന്നത് ഒരു വലിയ കൃപയാണ്. യേശുവിനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കണം. ഫിലിപ്പിയ ലേഖനം 2 പറയുന്നു, തന്നെത്താൻ താഴ്ത്തി യേശു മനുഷ്യനായി ദാസരൂപമെടുത്തു, ക്രൂശോളം അനുസരണമുള്ളവനായി. അതുകൊണ്ട് ദൈവനെ ഏറ്റവും ഉയർത്തി എല്ലാ നാമത്തിനും മേലായ നാമം കൊടുത്തു. ദൈവം അവന് ബഹുമാനവും തേജസ്സും അണിയിച്ചു.
ദൈവം പോലും പുത്രന് ബഹുമാനം കൊടുത്തു. സ്വർഗസ്ഥനായ പിതാവ് പോലും പുത്രന് ഇത്രയും ബഹുമാനം കൊടുത്തെങ്കിൽ ഇത് തിരിച്ചറിഞ്ഞ് നാം ദൈവപുത്രനായ ക്രിസ്തുവിനെ ബഹുമാനിക്കുമ്പോഴാണ് നാം സമൃദ്ധമായ അനുഗ്രഹത്തിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ 1:11 പറയുന്നു, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. കൈക്കൊള്ളുക, യേശുവിനെ അംഗീകരിക്കുക, സ്വീകരിക്കുക. എടുത്തു പറയാണ്, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. 12-ാം വാക്യം യോഹന്നാൻ 1:12, എന്നാൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച ഏവർക്കും, ഒരാളെ പോലും വിടുന്നില്ല, ഏവർക്കും ദൈവ മക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. ചെറിയ കാര്യമാണോ? മോളും മോനുമായി തീരാൻ യേശു തന്ന അനുഗ്രഹം, അധികാരം, അവകാശം. ഒറ്റ കാര്യം, കൈക്കൊണ്ടപ്പോഴാണ്. യേശുവിനെ ബഹുമാനിക്കാതെ നമുക്ക് കൈക്കൊള്ളാൻ കഴിയില്ല. യേശുവിനെ ദൈവപുത്രനായി ബഹുമാനത്തോടെ നമ്മൾ കൈക്കൊള്ളുമ്പോഴാണ് നമ്മൾ ദൈവ മക്കളായി തീരുന്നത്. എന്നിട്ട് യേശു 46 വായിക്കുന്നവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. അന്ന് മകൻ രോഗിയായിരുന്നൊരു രാജഭൃത്യൻ കഫർന്നഹൂമിലുണ്ടായിരുന്നു. യേശു യഹൂദയ ദേശത്തുനിന്ന് ഗലീലിൽ വന്നു എന്ന് അവൻ കേട്ട് അവൻ്റെ അടുക്കൽ വന്നു. ഗലീലിൽ യേശുവിന് ബഹുമാനമില്ല. എന്നാൽ വേറെ ഒരു സ്ഥലത്തുനിന്ന് ഒരുത്തൻ അവിടെ വന്നു. തൻ്റെ മകൻ മരിപ്പാറായിരിക്കൊണ്ട് അവൻ വന്ന് അവനെ സൗഖ്യമാക്കണമെന്ന് അപേക്ഷിച്ചു. യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. എല്ലാവരും അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാതെ വിശ്വസിക്കുന്നില്ല. അത് യേശുവിന് സങ്കടമായി. ശമരിയിൽ യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തില്ല. ചെയ്യാതെ തന്നെ ശമരിയക്കാർ യേശുവിനെ അംഗീകരിച്ചു, യേശുവിനെ ദൈവപുത്രനായി അംഗീകരിച്ചു. ഇപ്പൊ ഗലീലയിൽ അത്ഭുതങ്ങൾ എത്ര കൂടുമോ അത്രയും വിശ്വസിക്കും. അങ്ങനത്തെ ഒരു പരിഭവത്തിലാണ് ആ സ്ഥലം. ശമരി അങ്ങനെയല്ല, ദൈവപുത്രനെ ഒരത്ഭുതവും ഇല്ലാതെ വിശ്വസിച്ചു. ഞാൻ ചിലരോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതവും നടന്നില്ലെങ്കിലും നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് വിശ്വാസം. ചില അത്ഭുതങ്ങൾ നടക്കുമ്പോൾ ഓടി വന്ന് ഭയങ്കര കരച്ചിലും സാക്ഷ്യം പറച്ചിലും. എന്നാൽ ദൈവവചനത്തിൽ നിലനിൽക്കുന്നവരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ ഓരോ അത്ഭുതങ്ങളും കാണത്തക്ക രീതിയിൽ ചിലപ്പോൾ കണ്ടില്ലെന്ന് വരും, എങ്കിലും അവർ കർത്താവിൽ നിറഞ്ഞു നിൽക്കും. ചിലർ ശ്രദ്ധിച്ചിട്ടുണ്ട്, നല്ല ദർശനങ്ങൾ കാണും, നല്ല വെളിപ്പാടുകളുണ്ട്, ഇടക്കിടക്ക് ഭയങ്കര സാക്ഷ്യങ്ങൾ പറയും. എന്നാൽ ദൈവവചനത്തിലൂടെയുള്ളൊരു വിശ്വാസം അവർക്കില്ല. ഒരത്ഭുതവും കണ്ടില്ലെങ്കിലും നമ്മളിറങ്ങിയ മാർഗം സത്യമാർഗമാണെന്ന് വിശ്വസിക്കുന്നത് എത്ര വലിയ ഒരനുഗ്രഹമാണ്. കർത്താവിലും കർത്താവിൻ്റെ അമിത ബലത്തിലും നമുക്ക് വിശ്വസിക്കാൻ കഴിയട്ടെ. അവിടെ യേശു പറയുകയാണ്, യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ലെന്ന് പറഞ്ഞു. രാജഭൃത്യൻ അവനോട്, കർത്താവേ, പൈതൽ മരിക്കും മുമ്പേ വരണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. അവൻ പോകയിൽ അവൻ്റെ ദാസന്മാർ അവൻ എതിരേറ്റ് മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവന് ഭേദം വന്ന നാഴിക അവനോട് ചോദിച്ചതിന് അവർ അവനോട്, ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി എന്ന് പറഞ്ഞു. ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെയെന്ന് ഗ്രഹിച്ചു. യേശുവാകുന്ന വചനം, ആ വചനത്തിൻ്റെ ശക്തിയാ യേശു അവരെ പഠിപ്പിക്കുകയാണ്. നീ വന്ന് സൗഖ്യമാക്കണേ, അവൻ ജീവിച്ചിരിക്കാൻ വേണ്ടി, മരിക്കുന്നതിന് മുമ്പ് വരണേ.
യേശു പറഞ്ഞു പൊയ്ക്കോ. അതിൻ്റെ അർത്ഥം വചനം അതിവേഗത്തിൽ പോകുന്നതാണ്. വചനമാണ് സകല വിടുതലിൻ്റെ ആധാരമെന്ന് വചനമായവൻ അവരെ പഠിപ്പിക്കുകയാണ്. യേശു പറഞ്ഞ മാത്രയിൽ ആ കാര്യം അവിടെ സംഭവിച്ചു. മൈലുകൾക്കപ്പുറം ആ യൗവനക്കാരൻ സൗഖ്യമായി. വചനത്തിന് ശക്തിയുണ്ട്. അവൻ വചനമയച്ചാൽ വചനം കാര്യം സാധിക്കാതെ മടങ്ങി വരില്ല. ആ മകൻ അത്ഭുതകരമായിട്ട് സൗഖ്യമായി. വചനത്തിന് സഞ്ചരിക്കാൻ കഴിയും, വചനത്തിന് സൗഖ്യമാക്കാൻ കഴിയും, വചനത്തിന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് വചനമാണ്. വചനം വിശ്വസിച്ചാൽ വചനത്തിൻ്റെ കൂടെ എല്ലാം നമ്മുടെ മേൽ വരികയാണ്. വചനത്തിലുള്ള ഉറപ്പിലാണ് നമ്മുടെ ജീവിതം ഏറ്റവും ധന്യമായി തീരുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നു, ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ എന്ന് അപ്പൻ ഗ്രഹിച്ചു. താനും കുടുംബമൊക്കെയും വിശ്വസിച്ച് കർത്താവിലോട്ട് തിരിയുകയാണ്. ആ കുടുംബം വിശ്വസിച്ചു. യേശുവിൻ്റെ ഒറ്റ വാക്കുകൊണ്ടാണ് എൻ്റെ കുടുംബത്തിലൊരു വിടുതൽ. വാക്കിൽ വിടുതലുണ്ട്, വചനത്തിൽ വിടുതലുണ്ട്. അതുകൊണ്ട് അത്ഭുതങ്ങൾക്കായിട്ടും വചനം പറയുക, നിത്യജീവനായിട്ടും വചനം പറയുക. അവിടെ നടക്കേണ്ട എല്ലാ കാര്യത്തിനും യേശു ചെയ്യുന്നത് വചനമാണ്. ലാസറിന്റെ കല്ലറക്കലും വചനം പറയുക. ബൈബിളിൽ കാണുന്ന എല്ലാ അത്ഭുതങ്ങളും യേശു പറയുകയാണ്. ശീലോഹാൻ കുളത്തിൽ പോയി കഴുകുക. ഒരു കുരുടനോട് പറയണം, നിലത്ത് തുപ്പി ചേറുണ്ടാക്കി കണ്ണീർ തേച്ചിട്ട് പറയണം, നീ ശീലോഹാൻ കുളത്തിൽ പോയി കഴുകുക. അവിടെ എത്രയോ കുളമുണ്ട്. ആ ബെഥെസ്ദ കുളം സൗഖ്യത്തിന്റെ കുളമല്ലേ? വേണ്ട, നീ ശീലോഹാൻ കുളത്തിൽ പോയി കഴുകുക. എടാ, തൊട്ടടുത്ത് വേറെ ഏതെല്ലാം കുളമുണ്ട്? ഇല്ല, പോരാ. ശീലോഹാൻ കുളത്തിൽ യേശു എന്ത് പറഞ്ഞു അത് ചെയ്യുമ്പോഴാണ്. വിശ്വാസം അനുസരണത്താലാണ് നടക്കുന്നത്. വിശ്വാസം തെളിയിക്കേണ്ടത് അനുസരണത്താലാണ്. നയമാൻ സൗഖ്യമാകാൻ വന്നിരിക്കുകയാണ്. ഏലീശയുടെ വീട്ടുമുറ്റത്ത് നിൽക്കുകയാണ്. ഏലീശ വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങിപ്പോലും ചെല്ലുന്നില്ല. ഏലീശ ഒരു വൃത്തിനെ അയച്ചിട്ട് പറഞ്ഞു, അവനോട് പോയി യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങാൻ പറഞ്ഞു. നയമാൻ ക്രുദ്ധിച്ചെന്നാണ്. എന്താണ്? ഞങ്ങളുടെ നാട്ടിൽ ഇതിനേക്കാൾ നല്ല നദികളുണ്ട്, പിന്നെ കലങ്ങി മറിഞ്ഞ യോർദാൻ. അപ്പോൾ അവിടെ ഒരു പട്ടാളക്കാരൻ പറഞ്ഞു, പ്രവാചകൻ ഒരു നല്ല കാര്യം പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പറഞ്ഞാലും അനുസരിക്കണ്ടേ? ഇനി ഒരു മലയെന്ന് ചാടാൻ പറഞ്ഞാലും ചാടേണ്ടതാണ്. അത്രയൊന്നും പറഞ്ഞില്ലല്ലോ, ഒന്ന് മുങ്ങിപ്പോങ്ങാനല്ലേ പറഞ്ഞത്. ഏതായാലും പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് മുങ്ങി പൊങ്ങി 6 പ്രാവശ്യം മുങ്ങി പൊങ്ങി, ഒരു മാറ്റമില്ല. 7-ാം പ്രാവശ്യം മുങ്ങി പൊങ്ങുമ്പോൾ ഒരു ബാലൻ്റെ ശരീരം പോലെ അവൻ്റെ ശരീരത്തിൽ. അതായത് വചനം അനുസരിക്കുമ്പോഴാണ് ദൈവശക്തി വ്യാപരിക്കുന്നത്. വചനത്തിലാണ് അത്ഭുതങ്ങൾ. എല്ലാം ഉളവാകുന്നത് അവനെ കൂടാതെയല്ല, ഉളവാകുന്നതെല്ലാം അവൻ മുഖാന്തരമെന്ന് വായിക്കുന്നു. വചനം മുഖാന്തരം സകലതും ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെയല്ല. അപ്പൊ എല്ലാം വചനത്താൽ ഉണ്ടായെങ്കിൽ ആ വചനത്തെ പറയുന്നതാണ് ലോഗോസ് അല്ല, റീമ. നാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ പറയാനുള്ള വാക്ക് നമ്മുടെ ഉള്ളിൽ വരും. അത് പറയുക. ഓരോ ദിവസവും എഴുന്നേറ്റ് നമ്മുടെ സാഹചര്യങ്ങളോട് നാം പറയുക, നമ്മുടെ സന്ദർഭങ്ങളോട് നാം പറയുക. അതുപോലെ സംഭവിക്കും. പ്രാർത്ഥിക്കാം യേശുവിൻ്റെ നാമത്തിൽ. ഇത് കേട്ട ഓരോ കുടുംബങ്ങളിലും അത്ഭുതങ്ങളും അടയാളങ്ങളും പെരുകട്ടെ. കേൾക്കുന്ന വചനത്തിൽ വേരൂന്നട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് റീമ, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച വചനങ്ങൾ പറയാനുള്ള ഒരു പ്രത്യേക കൃപ ഈ മക്കൾക്കുണ്ടാകുക മാത്രമല്ല, ഇവരുടെ സാഹചര്യങ്ങളിൽ അസ്ഥി താഴ്വരയിൽ അതവർ പറയട്ടെ, വചനം പറയട്ടെ. വചനം പറഞ്ഞ് സാഹചര്യങ്ങളെയും ജീവിതത്തെയും ഇവർ മാറ്റട്ടെ. രാജ്യങ്ങളെ ഇവർ വചനത്താൽ മാറ്റട്ടെ.
വചനം കൊണ്ട് തന്നെ അത്ഭുതങ്ങൾ നിറയട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവിൻ്റെ വലിയ കൃപ കാണാൻ കർത്താവ് സഹായിക്കട്ടെ. നാളെ ഇതേ സമയത്ത് കാണാം. കർത്താവിൻ്റെ വലിയ കരം കൂടിയിരിക്കട്ടെ. ആമേൻ.